ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. അപ്പം അത്താഴത്തിന് വേണ്ടി എണീച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ അധികം എന്നല്ല, അത്താഴത്തിന് നമ്മൾ പഴം പൊങ്ങിയതും മുട്ട പൊങ്ങിയതും അങ്ങനെയാണ് കഴിക്കാറ്. ചില സമയത്ത് മുട്ട പൊങ്ങിയത് ഉണ്ടാവില്ല, പഴം പൊങ്ങിയത് മാത്രം. അപ്പോൾ അതിനുവേണ്ടി കുക്കറിൽ വെക്കണം. അപ്പോൾ കുക്കറിൽ ഓൾറെഡി കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാബൂലിക്കടല നിങ്ങളെല്ലാവരും വെക്കലുണ്ടോ നമുക്കറിയില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ കറി. അപ്പോൾ ആ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റാണ് കേട്ടോ. നമുക്ക് പഴം പൊങ്ങാൻ വേണ്ടിയിട്ട് കുക്കർ വേണമല്ലോ. അപ്പോൾ അങ്ങനെ അത് ചട്ടിയിലേക്ക് മാറ്റാണ്. അപ്പോൾ അങ്ങനെ പഴം പൊങ്ങാൻ വെച്ചു, മുട്ട പൊങ്ങാൻ വെച്ചു. അപ്പോൾ നെക്സ്റ്റ് വെച്ചാൽ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷെൻജൂന്ന് സ്കൂളുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ നേരത്തെയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അത്താഴത്തിന് എണീച്ചിട്ട് ഓദ്യമൊക്കെ കടന്നിട്ട് ആദ്യം എഴുന്നേറ്റിട്ട് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് തന്നെയാണ് അതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കിടക്കലിട്ടാ. അപ്പോൾ ഇതിപ്പം ഓൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകുന്നതാണ്. അല്ലാണ്ട് നടക്കില്ല. നമ്മൾ വയ്യെ എണീച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ എണീക്കുമ്പം ചെയ്താൽ നമുക്ക് അത്രയും സമയം ലാഭമാണ്. ബയ്യൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ടൈം ഇരിക്കാൻ പറ്റും, ഇതിനായിട്ട് നടക്കണ്ട. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ഗായ്സ്, നമ്മൾ കഴിക്കാൻ പോകുന്നു. അങ്ങനെ അത്താഴം കഴിഞ്ഞ് ഇതിപ്പം വയ്യ ഉറങ്ങി എണീറ്റുള്ള ഷെൻജുവിന് സ്കൂളിലേക്ക് ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ
വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കടലക്കറി ഇതാണ് ഞാൻ പറഞ്ഞ കടലക്കറി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. ഇതും ചോറും കോഴി പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പം വയ്യ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിന്. ഇത് ഞാൻ രാത്രിത്തേക്ക് മജ്ബൂസ് ആക്കാൻ ചോദിച്ചു. മജ്ബൂസ് കുക്കറിൽ മസാലയും അരിയും എല്ലാം ഒന്നിച്ചിട്ടിട്ട് വേവിക്കുന്നൊരു സംഗതി. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിട്ടോ. അപ്പോൾ നിങ്ങളിത് ഒന്ന് കാണുക. അപ്പോൾ ഞാൻ റെസിപ്പി കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ അങ്ങനെ റെസിപ്പി ആവശ്യമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായത് ഉപ്പ് അധികമാവോ കുറവാണ്. കാരണം വെച്ചാൽ കോഴി പരക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, അങ്ങനെ ഈ 3 ഉപ്പും കൂടി ഇടുമ്പം ഉപ്പ് അധികമായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാരണം എല്ലാത്തിനും ഞാൻ കണക്കായിട്ട് ഇട്ടിട്ടുള്ളൂ. സോ ഉപ്പൊക്കെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ചിക്കൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ഫസ്റ്റ് ഇടാതെ നമ്മൾ സാധാരണ മസാല ആക്കുമ്പോൾ ചെയ്യുന്ന പോലെ അല്ലാണ്ട് ഫസ്റ്റ് നമ്മൾ മസാലയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ചോറിൻ്റെ അരിൻ്റെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടാൻ നോക്കുക. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഒരു 3 വിസിലൊക്കെ അടിച്ചാലും കോഴി അങ്ങനെ പെട്ടെന്ന് വെന്ത് പോയൊന്നുമില്ല. അപ്പം ഓക്കെ, എന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇത് എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല റെഡിയായി. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണക്കും ശ്രദ്ധിക്കുക, കാരണം നമ്മൾ കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ അരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് കുറവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിക്ക് കണക്കായിട്ടുള്ള വെള്ളമാണ് എടുത്തത്. പക്ഷെ കുറച്ചൊരു വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു ചോറ്. പക്ഷെ എന്നാലും എൻ്റെ കഴിക്കുന്ന ടൈമിലാകുമ്പോഴത്തേക്കും അത് കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നോർമലി കഴിക്കുന്നതിനേക്കാളും കുറച്ചൊരു ഇങ്ങനെ വെള്ളം പോലെ കഴിക്കാനാണ് ഇതേ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ചോറ്. പക്ഷേ അടിപൊളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവർ വെള്ളം കുറച്ച് കുറക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിലത്തെ ഉപ്പും കൂടി ഇടാണ് കേട്ടോ. അതായത് ചോറിന് വേണ്ടിയിട്ടില്ല ഉപ്പും കൂടി ഇട്ട് ഓക്കെ. അപ്പോൾ
അപ്പം ഞാൻ കോഴി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് തിളക്കാനാണ് വിട്ടു. അപ്പോൾ ആ ടൈമിൽ തന്നെ കോഴി ഏകദേശം ഇങ്ങനെ വെന്ത് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ 2 വിസിൽ മാത്രമേ ചോറിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ചിക്കൻ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 3 വിസിലടിച്ചപാട് നമുക്ക് ചോറൊക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടും. നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോമ്പുറിക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിന്ന് മിൻറ്റ് ലൈം ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ സാധാരണ ഇന്നലെ മിന്നാന്നൊക്കെ ഇക്കാൻ ജ്യൂസൊക്കെ അടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് പഞ്ചസാരയും മിൻറ്റും മാത്രം ജ്യൂസ് മെഷീനിൽ അടിച്ചിട്ട് നാരങ്ങ അതിന് ശേഷം പിഴിഞ്ഞ് കൊടുക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ നാരങ്ങ കഴിച്ചോ ജ്യൂസ് അടിക്കാൻ പാടില്ലായിരിക്കലും. നാരങ്ങ പിഴിഞ്ഞിട്ട് കലക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈം വെച്ചാലും വെള്ളം ഇങ്ങനെ കയ്പ്പ് വരില്ല കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം എപ്പോഴും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അയ്യോന്നായിപ്പോയി, ഇതെന്ത് ഇങ്ങനെ അപ്പിച്ചായിപ്പോയെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ സത്യം പറയല ഗൈസ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പക്ഷേ ഇങ്ങനെ ഒരു അപ്പിച്ച പോലെ ആയിട്ട് കഴിക്കാൻ തന്നെയാണ് പിന്നെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. നോർമലി ചോറ് കഴിക്കുന്നതിനെ പോലെ അല്ല, ഇങ്ങനെ കഴിക്കുന്നതിനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറക്കുക. കാരണം ഇത് ഞാനിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് നമ്മൾ രാത്രിയാണ് കഴിക്കുന്നത്. ഞാൻ ഫ്ലാസ്കിലേക്ക് ഡയറക്റ്റ് ഇടുക ചെയ്തത്. അപ്പോൾ ആ ടൈമിലാകുമ്പോഴത്തേക്ക് അങ്ങനെ അത്ര ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വെള്ളം പോലെ ഒന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ഡ്രൈ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇന്ന് അപ്പം പൊരിക്കുന്നതൊന്നും ഡീറ്റെയിലായിട്ട് കാണിക്കുന്നൊന്നുമില്ല. നാരങ്ങ പിഴിഞ്ഞതും എടുക്കാൻ വിട്ടുപോയി എന്നാണ് തോന്നുന്നത് കേട്ടോ. മിൻറ്റ് ലൈമാണ് ആക്കിയിട്ടുള്ളത്. അപ്പം മിൻറ്റാണ് ഫസ്റ്റ് ജ്യൂസ് അടിച്ചു. പക്ഷേ നാരങ്ങ പിഴിഞ്ഞത് കാണിക്കാൻ വിട്ടുന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം ഇപ്പം കാണാൻ കേൾക്കുന്നത് എപ്പോഴും കരിയപ്പാണ് കഴിക്കുന്നുണ്ടോ. അതെ ഗൈസ്, ഞാൻ ഒരു അപ്പം ആക്കിയിട്ടൊക്കെ തീർന്നിട്ട് അടുത്താക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഇന്നൊരു ദിവസം സ്പെഷ്യൽ, നാളൊരു ദിവസം സ്പെഷ്യൽ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം അതൊന്നും പറ്റില്ല. സോ അത് തീർന്നിട്ട് വേറെ അപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത് 3 ദിവസം കൂടി തീരുമായിരിക്കും. ഓക്കെ, അപ്പോൾ പൊരിക്കണമെന്നൊന്നും കാണിക്കുന്നില്ല. ഇനി ജ്യൂസിൻ്റെ ചെറിയ അതും രാത്രിത്തേക്കുള്ള ഫുഡാക്കുന്നത് കാണിച്ചല്ലോ. അപ്പം മജ്ബൂസാണ് ആക്കിയത്. ഞാൻ ആദ്യമായിട്ട് ആക്കിയതൊക്കെ ഞാൻ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു ചണ്ടി പോലെ ആയിരുന്നു, അതായത് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ, അതിൻ്റെ ഇത് കോഴിയിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ അരിക്കണക്കായ വെള്ളം തന്നെ എടുത്തു. അപ്പോൾ കോഴിയിൽ നിന്ന് വെള്ളം കൊണ്ട് വന്നപ്പം ചോറ് കുറച്ച് വെന്ത് പോയി. കുറച്ചധികം വെന്ത് പോയി. സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, കുഴപ്പമില്ല. പിന്നെ വേറെ എന്താണ് ഗൈസ്. അപ്പോൾ അത്ര തന്നെ. അപ്പം നമുക്ക് നോമ്പ് പിടിക്കുന്ന ടൈം കഴിയാം കേട്ടോ. ഗൈസ്, നമ്മൾ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഞാനിത് എണ്ണ പോയതിന് ശേഷം ഫ്ലാസ്കിലേക്ക് മാറ്റി നമ്മുടെ ടാബ്ലറ്റ് വന്നിട്ട് പയ്യെ പ്ലേറ്റിലേക്ക് മാറ്റി തന്നാലാണ് പോകുന്നത്. അപ്പം ഇത്രയാണ് നോമ്പ് പിടിക്കുന്ന ടൈം. രാത്രി മജ്ബൂസ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കട്ടെ, പറ്റൊക്കെ പറയാം കേട്ടോ.
കഴിഞ്ഞു. അപ്പം മജ്ബൂസ് ഒന്ന് ടേസ്റ്റ് നോക്കി ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം കഴിക്കൂല, ഞാൻ പയ്യെ ഫുഡ് ടൈമിൽ കഴിക്കും. കാരണം ഇപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ പിന്നെ പയ്യെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഷെൻസു അവിടെ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് മുമ്പിരിക്കാൻ പോയി കേട്ടോ. അവിടെ പോയി. അപ്പോൾ ഞാൻ പയ്യെ അത് കഴിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ ടേസ്റ്റ് ഉണ്ട് പറയാം. അടിപൊളി അടിപൊളി കൊള്ളുന്നുണ്ടാവോ ഉള്ളു? ഇപ്പോൾ തീ വന്നെടുത്തതേ ഉള്ളൂ. രാവിലെ സ്കൂളിലേക്ക് കൊടുത്തു. അപ്പോൾ ഗൈസ്, സത്യം പറയണം, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ മാത്രമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരുന്ന് വെച്ചാൽ തിന്നാൻ പറ്റാണ്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അധികം ഡ്രൈനേക്കാളും ഇങ്ങനെ തിന്നാൻ തന്നെയാണ് ഈ മജ്ബൂസ് ടേസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ടാറ്റാ, ബൈ.